ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഞാൻ മാജിക് അങ്കിൾ മാമു. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. മാമു അങ്കിൾ ഇന്നൊരു കഥ പറയാം എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടി. പണ്ട്, വളരെ പണ്ട്, ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൂട്ടം ആട്ടിൻ കുഞ്ഞുങ്ങൾ പാർത്തിരുന്നു. ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? ആലംബഹീനരായ ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ക്ലേശകരമായി ജീവിച്ചു പോന്നിരുന്ന ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ഒരു മുട്ടനാട് വരികയാണ്. പറയാൻ എനിക്കൊരു മടിയില്ല, തനിക്കിത് വേണം. മുട്ടനാടിനെ കണ്ടപ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. ആ മുട്ടനാടിൻ്റെ സൗഹൃദവും മുട്ടനാടിൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം കണ്ടുകൊണ്ട് ആട്ടിൻ പറ്റങ്ങൾ മുട്ടനാടിൻ്റെ പുറകെ കൂടി. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ഈ മുട്ടനാട് ആട്ടിൻ കുഞ്ഞുങ്ങളെ എല്ലാം പരിപോഷിച്ചു. പക്ഷേ ആ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ആട്ടിൻ തോലിട്ട ഒരു ചെന്നായ ആണെന്ന്. മന്ത്രവാദി, അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഈ മുട്ടനാടിൻ്റെ തോലിട്ട് വന്ന ചെന്നായക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ലോകം മുഴുവൻ ആ ചെന്നായയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി. കള്ളം അതെത്ര ആഴക്കടലിൽ ഒഴുക്കിയാലും 7-ാം തിരക്ക് കരക്കടിയും. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ജീവിതത്തിൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക, മാജിക് കാണിക്കുക, മാക്സിമം തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുക. ഇതാണ് മാജിക് അങ്കിളായ മാമുവിന് പറയാനുള്ളത്. നമസ്കാരം കൂട്ടുകാരെ.